ഇനി നമുക്ക് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ വരുന്നത് ആ സാധനം വരച്ച് നോക്കാം. ഓരോ സാധനം ഇങ്ങനെ പേരടിച്ച് സെർച്ച് ചെയ്ത് നോക്കുക, ഫസ്റ്റ് എന്താ വരുന്നത് അത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ റീലൊക്കെ ഇങ്ങനെ കാണില്ലേ, ഓരോ സാധനം ഇങ്ങനെ ഇപ്പോൾ റോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏതാ റോസ് വരുന്നത് അങ്ങനെ അങ്ങനെ ഫസ്റ്റ് പറഞ്ഞാൽ ഫസ്റ്റ് ആ സ്ക്രീനിൽ ഏതാ വരുന്നത് അത് നോക്കിയാണ്ട് എടുക്കുക. അപ്പം അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പെൻസിൽ ഡ്രോയിങ് ചെയ്തൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരു പെൻസിൽ കൊടുത്ത് അവിടെ ഇറങ്ങുക, പേപ്പർ എടുത്ത് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സെൽഫോണ് നോക്കിയത്, കുറച്ച് പഴയ ടൈപ്പ് ഉണ്ടല്ലേ അങ്ങനത്തെ നോക്കി. അത് ഏകദേശം സെറ്റായി വന്നപ്പോൾ അതൊന്ന് വരച്ചെടുത്ത്. പിന്നെ പക്കാ റിയലിസ്റ്റിക് ആയിട്ടൊന്നുമല്ല വരയ്ക്കുന്നത്, ഫുള്ളൊരു റഫായി കണ്ട് വരയ്ക്കുകയാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അങ്ങനെ നമ്മൾ ടൈം പീസ് വരച്ച്, പിന്നെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പൂവ്, ഒരു ഫ്ലവർ നോക്കിയെടുത്ത് സെർച്ച് ചെയ്ത് ഫ്ലവർ കിട്ടിയത് വരച്ച്. പിന്നെ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ പറഞ്ഞതിന്, പക്ഷേ ഈ കാർട്ടൂൺ ക്യാരക്ടർ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഈ കാർട്ടൂൺ കണ്ടിട്ടുമില്ല. ഞാൻ സെർച്ച് ചെയ്തപ്പം ഫസ്റ്റ് വന്നത് അതിന്. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ ക്യൂട്ടൊക്കെ ഇനി പറഞ്ഞത്. സംഭവം ക്യൂട്ടൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കണം മുഖം പോലെ ഉണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കാർട്ടൂൺ ഏതാ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ പിന്നെ ഒരു ക്യാറ്റിനെ വരച്ച്, അതേമാതിരി തന്നെ നമ്മളൊരു ബട്ടർഫ്ലൈനെ വരച്ചു. ഇത് വരയ്ക്കുമ്പോൾ ശരിക്കും ഇത് ഇത്ര രസം ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷേ വരച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഓരോരോ സാധനം വരച്ച് ലാസ്റ്റ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് എന്താവും കാണാനെന്നുള്ള ഒരു ത്വര നല്ലോണം ഉണ്ടേനി. അപ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാൻ ഇങ്ങനെ ഓരോരോ ഇതുണ്ടാവുമല്ലോ. പിന്നെ ഇത് ഏത് സൈഡിലാണ് അവിടെ വരയ്ക്കുന്നതില്ല, അങ്ങനെ എവിടെ സ്പേസ് ഉള്ളത് അവിടെ അങ്ങനെ വരച്ച് വരച്ച് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഓരോന്നിങ്ങനെ വരച്ച് വരച്ച് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാവില്ല ലാസ്റ്റിക്ക്, അതും നമ്മൾ നോക്കി കണ്ടിട്ട് എന്തൊക്കെ ഞാൻ അവിടെ സ്റ്റിക്കേഴ്സ് വരച്ച് കണ്ടിട്ട് എന്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത്. അത് നമുക്ക് കുറച്ചുകൂടി കാണാൻ ലുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് ടൈം എടുത്താലും സാധനം കുറച്ച് സെറ്റായി കിട്ടിയാണ്, പക്ഷേ വല്ലാണ്ട് ടൈമൊന്നും വേണ്ട, ജസ്റ്റ് റഫായിട്ട് വരച്ച പരിപാടി കൊണ്ടിട്ട് തന്നെ. പക്ഷേ സാധനം ലാസ്റ്റിക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താണൊന്ന് കൂടെയൊക്കെ കൂട്ടുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.